നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാൻ കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ ആത്മഹത്യക്ക് ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നത്. അതുമായി ബന്ധപ്പെട്ട നമ്മോടൊപ്പം ഇന്ന് ചേരുന്നത് അഫാന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സജു വി ആണ്. സാർ, ഒരുപാട് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട്. അതായത് എന്തുകൊണ്ട് അത്രയും സുരക്ഷയുള്ള ഒരു ജയിലിൽ അഫാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു? അവിടെ പോലീസുകാർക്ക് എന്തുകൊണ്ട് വേണ്ട രീതിയിലൊരു സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലുള്ള ചർച്ചകളെല്ലാം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഈ ഒരു സംഭവം അറിയുന്നത് അതായത് ഇദ്ദേഹത്തിന്, അതായത് അഫാന്റെ അഡ്വക്കേറ്റ് ആയിട്ട് പോലും താങ്കൾ അറിയുന്നത് മീഡിയ വഴിയാണ്. അതിനകത്ത് പേഴ്സണൽ ആയിട്ട് താങ്കളെ പോലീസ് അറിയിച്ചില്ല എന്നുള്ളൊരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആക്ച്വലി അവിടെ സംഭവിച്ചത്? നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് സജു. ഞാൻ കൊല്ലത്തുള്ള അഭിഭാഷകനാണ്. ഞാൻ അഫാന്റെ അഭിഭാഷകനാണ്. ഇക്കാര്യത്തില് ഈ അഫാന്റെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എന്നെ ജയിലിൽ നിന്ന് ഇതുവരെ അറിയിച്ചിട്ടില്ല, വിളിച്ചു പറഞ്ഞിട്ടില്ല. കൂടാതെ ഈ സംഭവം ഞാൻ അറിയുന്നത് മീഡിയ വഴിയാണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് മീഡിയ വഴിയാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. ഞാൻ ആ സംഭവം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ന് പറഞ്ഞാല് എന്നോട് അതിനു മുമ്പ്, അതായത് 3-ാം തീയതിയും 8-ാം തീയതിയും കഴിഞ്ഞ മാസങ്ങളിൽ ഞാൻ പോയി കണ്ടിരുന്നു അഫാനെ. അപ്പൊ അഫാനെ പോയി കണ്ട സമയത്ത് ഇയാൾ എന്നോട് വളരെ നേരം ഇന്ന് സംസാരിച്ചതിന് ശേഷം അയാൾ പറഞ്ഞത് ബെയിൽ എടുക്കണം, ജാമ്യാപേക്ഷ മൂവ് ചെയ്യണം എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഒരാള് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നീട് ഞാൻ ഈ സംഭവം അറിഞ്ഞ ശേഷം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചെന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ അധികൃതര് കാണാനായിട്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ജയിൽ അധികൃതര് എന്നെ അവിടെ കാണാൻ സമ്മതിച്ചില്ല. ഞാൻ അന്നത്തെ ദിവസം കാണാൻ കഴിയാതെ ഞാൻ തിരിച്ചു മടങ്ങിപ്പോയി. പിറ്റേന്ന് വളരെയധികം ശ്രമങ്ങൾക്ക് ശേഷമാണ് ഇയാളെ എനിക്ക് കാണാൻ ഉള്ള അനുവാദം കിട്ടിയത്. ഇതിനകത്ത് എന്തെങ്കിലും ദുരൂഹതകൾ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതായത് പെട്ടെന്ന് ഇപ്പം താങ്കൾ പറയുന്ന അനുസരിച്ച് നേരിട്ട് കണ്ടപ്പോഴൊന്നും അഫാന്റെ ഭാഗത്ത് നിന്ന് ഒരു ആത്മഹത്യക്ക് തുല്യമായ ഒരു രീതിയിലുള്ള ഒരു പ്രവണതയൊന്നും ഇല്ലായിരുന്നു താങ്കൾ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും പെട്ടെന്നൊരു ചിന്തയിലേക്ക് അങ്ങനെ തള്ളിവിടാനുള്ള ഒരു ആവശ്യം ഉണ്ടോ? അതോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രേരിപ്പിച്ചതാണോ? അതോ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതിന് പിന്നിലുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് വളരെയധികം സംശയങ്ങൾ ഉള്ളൊരു കേസാണ്. കാരണം എന്ന് പറഞ്ഞാല് ഈ കേസ് വേണ്ട രീതിയിൽ പോലീസ് അന്വേഷിച്ചില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ഇത് ഒരു മൾട്ടി ഡയമെൻഷണൽ ആംഗിളിലുള്ള ഒരു കേസാണ്. അതിന്റെ ഈ പ്രതി ആയ അഫാൻ പറയുന്ന കാര്യങ്ങൾ, പോലീസിനോട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ പോലീസ് അന്വേഷിച്ചിട്ടുള്ളൂ. അതിനപ്പുറം ഒരു ലെവലിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ഈ കേസിനകത്ത് ഇയാള് ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള ഒരു ആത്മധൈര്യം ഉള്ള ഒരാളായിട്ട് അഫാനെ ഞാൻ കാണുന്നതുമില്ല. ഇതിനകത്ത് തന്നെ നേരത്തെ ഈ കൊലപാതകം നടത്തി എന്ന് പറയുന്ന സമയത്ത് തന്നെ അദ്ദേഹം മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ ഇത്രയും നിഷ്ഠൂരമായി കൊല്ലാൻ ശ്രമിച്ചു, അതിനുശേഷം ആത്മഹത്യക്ക് ശ്രമിച്ചു, എലിവിഷം കഴിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു സ്റ്റേറ്റ്, അതായത് മനോവിഷമം, ചില സൈക്കാട്രിസ്റ്റുകളെല്ലാം പറയുന്ന അനുസരിച്ച് മനോവിഷമം താങ്ങാനാകാതെ ഒരു പക്ഷെ ചെയ്തതാകാം എന്ന് പറയപ്പെടുന്നുണ്ട്. ആ തരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? താങ്കൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് അങ്ങനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു? ഇല്ല, അഫാനെ ഞാൻ ലാസ്റ്റ് കണ്ടത് കഴിഞ്ഞ മാസം 8-ാം തീയതി. ആ സമയത്ത് ഇയാൾ എന്നോട് പറഞ്ഞത് ഇയാൾക്ക് എങ്ങനെയെങ്കിലും ജാമ്യം എടുത്തു കൊടുക്കണം, ഇയാൾക്ക് തിരിച്ച് വീട്ടിൽ വരണം, ഉപ്പയുടെയും ഉമ്മയുടെയും കൂടെ വീണ്ടും താമസിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇയാള് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞാൻ അയാളെ ആയിട്ട് സംസാരിച്ച് പിരിഞ്ഞത്. അതിനുശേഷം ഞാൻ 17-ാം തീയതി, ഈ മാസം 17-ാം തീയതി അഫാനെ കേസിന്റെ ഏതാണ്ട് 90 ദിവസം അടുപ്പിക്കും തോന്നുന്നു. ഒരു സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ഉണ്ട് ഈ പോലീസ് അന്വേഷണത്തിന്. അതായത് 90 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഒരു സ്റ്റാറ്റ്യൂട്ടറി പീരീഡ് ഉണ്ട്. അത്
ആവുന്ന സമയത്ത് ഞാൻ അഫാനുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചിരുന്നു. അത് ഈ മുലാഖാത്ത് സിസ്റ്റം എന്ന് പറഞ്ഞ് ഒരു സിസ്റ്റം ഉണ്ട്. ഒരു വീഡിയോ കോൺഫറൻസിങ് സിസ്റ്റം ജയിലിലുണ്ട്. അതായത് അതുവഴി ഞാൻ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ജയിലിലുള്ളവര് എനിക്കതിന് ഉള്ള അനുവാദം തന്നില്ല. പിന്നെ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു അന്വേഷണം 90 ദിവസം, ആ ഒരു 90 ദിവസത്തെ ഒരു കാലയളവ് അടുക്കുന്ന സമയത്താണ് അഫാന്റെ ഈ സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായെന്ന് പറയുന്നത്. അത് തന്നെ സംശയത്തിന് ഒരു ഇട നൽകുന്ന ഒരു ടൈമിങ് തന്നെ സംശയത്തിന് ഇട നൽകുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഹൈ സെക്യൂരിറ്റി ജയിലില് അവിടുത്തെ ഏറ്റവും സെക്യൂരിറ്റി കൊടുക്കേണ്ടുന്ന ഒരു പ്രതിയാണ് അഫാൻ. ആ ഒരു സ്ഥലത്ത് ഈ അഫാന് ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാള് 24 മണിക്കൂറും അയാളുടെ സ്കൂട്ടണിയിലാണ്. അയാളെ വാച്ച് ചെയ്യാൻ ആളുണ്ട്. അതിനിടയിൽ ഇയാള് ഏതാണ്ട് 1-2 സെക്കൻഡുകൾ കൊണ്ട് ഒരു കൈലി എടുത്ത് അല്ലെങ്കിൽ ഒരു ലുങ്കി എടുത്ത് കെട്ടിത്തൂങ്ങി എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതായത് ഒരു ആത്മഹത്യ ചെയ്യുന്ന, അതായത് ഒരു തൂങ്ങി മരണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു മേശയോ എന്തെങ്കിലും ഒരു സാധനത്തിന് മുകളിൽ ചവിട്ടി കയറിയിട്ട് അതിന് മുകളിൽ നിന്നാണ് കുരുക്കിട്ടിട്ടാണ് താഴോട്ട് ചാടുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചവിട്ടി കയറാൻ ഒരു സാധനം ജയിലിനകത്ത് അവൈലബിൾ അല്ല എൻ്റെ അനുമാനത്തിൽ. അത് കൂടാതെ ഇയാൾ എവിടെ നിന്ന് കുരുക്കിട്ടു? ഈ ലുങ്കി അവിടെ മുകളിൽ കുരുക്കിട്ടിട്ട് ചാടിയപ്പോൾ അതിനെന്ത് നീളമുണ്ട്? ഈ പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ അതൊരു ഒരു കാല് നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊരു പാർഷ്യൽ ഹാങ്ങിങ് ആണ്. അതിന് ഉള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല. പിന്നെ ഞാൻ അത് മാത്രമല്ല, ഞാൻ അഫാനെ പോയി കണ്ടു, മെഡിക്കൽ കോളേജിൽ പോയി കണ്ടിരുന്നു. അപ്പോൾ അഫാന്റെ കഴുത്തിന് ഒരു ഒടിവുള്ളത് പോലെയാണ്, തല തിരിച്ചു വെച്ചിരിക്കുകയാണ്. കൂടാതെ ഇയാളുടെ കണ്ണ് മുകളിലേക്ക് പോയി, പകുതി തുറന്നിട്ടുള്ള കണ്ണുകൾ. അതിനകത്ത് വെള്ള കൃഷ്ണമണിയില്ല, വെള്ള കണ്ണിലെ ആ വെള്ള നിറം ഉണ്ടല്ലോ, അതാണ് കാണാൻ കഴിയുന്നത്. ഈ കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് അതൊരു സ്ട്രാങ്കുലേഷൻ സംഭവിച്ചതായിട്ടാണ് ഞാൻ സംശയിക്കുന്നത്. അതൊരു ഹാങ്ങിങ് ആയിട്ട് ഞാൻ കാണുന്നില്ല. നമ്മൾ ഈ ജയിലിലൊക്കെ കുറച്ചുകൂടെ സുരക്ഷയുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഇടമാണ്. മാത്രമല്ല, ഇത്തരം സംഭവങ്ങളൊന്നും നടക്കാൻ പാടില്ല. മാത്രമല്ല, അവിടുത്തെ നമുക്കറിയാം, അവിടുത്തെ പ്രതികളെല്ലാം തന്നെ ഒരു പക്ഷെ ഇത്തരം ടെൻഡൻസി വരുന്നതായിരിക്കും. അവർക്ക് ഇത്രയും കാലം നിൽക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനും എല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ പാടില്ല എന്നൊരു നിബന്ധനയില്ല. അപ്പോൾ ജയിലിൽ എന്തും ആകാമെന്നുള്ളൊരു തോന്നൽ കൂടിയല്ലേ സാധാരണക്കാർക്ക്? നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇതുമായിട്ട് അടുത്ത വൃത്തമായ താങ്കൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഉത്തരം തരാൻ ആകില്ല. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ജയിലില് നിരന്തരം ഉണ്ടാവുന്നുണ്ട്. ഞാൻ വേറൊരു കേസ് കൂടെ നടത്തുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു കേസ് ആലുവ പോക്സോ മർഡർ കേസ്. അതിലെ പ്രതിക്ക് അസഫ കാലത്തിന് ജയിലിൽ വെച്ച് ക്രൂരമായ മർദ്ദനം ഏറ്റിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒരു റിട്ട് പെറ്റീഷൻ കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, ഇയാളെ അവിടുത്തെ ജയിലിൽ നിന്ന് വേറൊരു ജയിലിലേക്ക് മാറ്റിയാലും സ്ഥിതി എന്താവും എന്നുള്ളതാണ്. അയാൾക്ക് യാതൊരു സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. ഈ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും നിരവധി വിധികളുണ്ട് ഈ കാര്യത്തിൽ. ഒരു കസ്റ്റോഡിയൽ ടോർച്ചർ വളരെ ക്രൂരമായ ഒരു കാര്യമാണെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി, ഹൈക്കോടതി. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാൻ പ്രസന്റ് അതോറിറ്റീസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇതിനാണ് പ്രധാനമായിട്ട് ഇനി ചോദിക്കേണ്ടത്. അഫാനെ സംബന്ധിച്ചുള്ള അഫാനും ഒരു ജയിലിൽ എല്ലാവരും തുല്യരാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അഫാനും അതുപോലെ ഒരു എന്താ പറയാനാണ്, ഒരു അഫാനിന്റെ അടുത്ത നടപടി എന്ന രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് ഈ സമയത്ത്.
അഫാന് തിരിച്ചു വരണം, ജീവിതത്തിൽ തിരിച്ചു വരണം. അപ്പം ആ രീതിയിൽ നമുക്ക് അഫാന് സുരക്ഷ ഒരുക്കാൻ അടുത്ത അഡ്വക്കേറ്റ് എന്ന രീതിയിൽ താങ്കൾക്ക് എന്തെല്ലാം നടപടികളാണ് താങ്കൾ സ്വീകരിച്ചിട്ടുള്ളത്? അതെ. ഈ കാര്യത്തില് ജയിൽ സൂപ്രണ്ട് ഒരു അന്വേഷണം നടത്തിയെന്നാണ് ഞാൻ മീഡിയ വഴി അറിഞ്ഞത്. പക്ഷേ അത് ഈ കേസിൽ ഒരു അന്വേഷണം നടത്തേണ്ടത് ജയിൽ സൂപ്രണ്ട് ആണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ആദ്യം ഒരു പോലീസ് എൻക്വയറിയാണ് നടത്തേണ്ടത്. പോലീസിന്റെ കൃത്യമായ ഒരു അന്വേഷണം, അതായത് ക്രൈം സീൻ, ഈ സംഭവം നടന്ന സ്ഥലം മറ്റാരും കയറാതെ അത് സെക്യൂർ ആക്കി വെക്കണം ആദ്യം. അതിനുശേഷം ഈ സംഭവം നടന്നുവെന്ന് ഒരു എഫ്ഐആർ ഇട്ടിട്ട് ഒരു അന്വേഷണം വിശദമായിട്ട് നടത്തണം. അങ്ങനെ ഒരു അന്വേഷണം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു ഹാഗിങ് ആണെന്ന് പറയുന്നത് ജയിലധികൃതർ മാത്രമാണ്. കൂടാതെ മെഡിക്കൽ ഓഫീസർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ കാര്യത്തില് ഒരു അഭിപ്രായമല്ല ഫൈനല്. ഈ കാര്യങ്ങളില് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് വേണ്ടുന്നത്. പോലീസ് അതോറിറ്റീസ് ഈ കാര്യത്തില് വിത്ത് ഫോറൻസിക് എക്സ്പേർട്സ് അവരുടെ സഹായത്തോടു കൂടി ഒരു അന്വേഷണം നടത്തിയാൽ ഇതിൽ സത്യം പുറത്തു വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ അഫാന്റെ വിഷയം വരുമ്പോൾ വേറൊരു കാര്യം പറയേണ്ടത്, ഇവിടെ പൊതുസമൂഹം എല്ലാവരും അഫാനെതിരാണ്. അതുകൊണ്ട് തന്നെ പലരും സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടു അഫാൻ നേരത്തെ മരിക്കേണ്ടതാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പോലീസിന്റെ ഇതിനകത്തുള്ളവർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ മാറുന്നില്ലേ? മൊത്തം നമ്മുടെ സാഹചര്യം എല്ലാം അഫാനെതിരായ സ്ഥിതിക്ക് താങ്കൾക്ക് എന്താണ് അത് തോന്നുന്നത്? അതിന്റെ ഒരു കേസിന്റെ മെറിറ്റിലേക്ക് നമുക്ക് ട്രയലിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അഫാന്റെ കേസിനകത്ത് എന്താ സംഭവിച്ചതെന്ന് പോലീസ് പറയുന്നത് മാത്രമാണ് നമ്മൾ പുറത്ത് കേട്ടിട്ടുള്ളത്. അഫാന് പറയാനുള്ളത് അഫാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കോടതിയുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. അപ്പൊ താങ്കൾ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ് അഫാൻ ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് മരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് എന്ന് വ്യക്തമാണല്ലേ? അതെ, തീർച്ചയായും അഫാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള നടപടികൾ എന്തായിരിക്കും? ഇപ്പം ആസ് ആൻ അഡ്വക്കേറ്റ് താങ്കളുടെ അടുത്ത നടപടികൾ അഫാന്റെ സുരക്ഷ പരമാവധി ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല, എതിർപക്ഷത്ത് നമുക്ക് ഒരുപാട് രഹസ്യവും നിഗൂഢതയുള്ള രീതിയിലാണ് താങ്കൾ പറയപ്പെടുന്നത് പോലെ രഹസ്യ നിഗൂഢതകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ജയിലിനകത്തൊക്കെ. അപ്പോൾ ഇതിനിടെ ഫൈറ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യം കൂടിയാണ്. താങ്കളുടെ അടുത്ത നടപടികൾ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും? അല്ല, ഇതിനകത്ത് ആദ്യം ഒരു അന്വേഷണം തുടങ്ങണം. അന്വേഷണം പോലീസിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. അതിനുശേഷം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത് ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന്. അത് കൂടാതെ ഈ അഫാന്റെ എത്രത്തോളം റിക്കവറായി വരുമെന്നുള്ളത് നമുക്കറിയില്ല. അത് വേണ്ടുന്ന രീതിയിലെല്ലാം അവിടുത്തെ ഡോക്ടർമാർ ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നീട് ഞാനിപ്പോൾ തന്നെ ഇത് സംബന്ധിച്ചൊരു പരാതി, ഈ സംഭവങ്ങൾ അന്വേഷിക്കണം, ഒരു ഫോറൻസിക് എക്സാമിനേഷൻ നടത്തണം, ഒരു ഫോറൻസിക് എക്സ്പേർട്ടിനെ കൊണ്ട് സഹായത്തോടു കൂടി ഒരു പോലീസ് അന്വേഷണം നടത്തണം. ക്രൈം സീൻ സെക്യൂർ ആക്കിയിട്ട് വേണ്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളും ചോദ്യം ചെയ്യലുകളും നടത്തി ഇതിനകത്ത് സത്യം കൊണ്ടുവരുത്താനായിട്ട് ഞാൻ പൂജപ്പുര SHOയ്ക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കോപ്പി ഞാൻ ബഹുമാനപ്പെട്ട DGPക്കും SP-ക്കും നൽകിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന്റെ പുരോഗതി അനുസരിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. ഇപ്പൊ അഫാന്റെ ആരോഗ്യസ്ഥിതി നേരിട്ട് കണ്ട ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? അപ്പോൾ ഇനിയുള്ള ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് തോന്നുന്നുണ്ട്? അത് അഫാന്റെ അവസ്ഥ വളരെ സീരിയസ് ആയിട്ടാണ് തുടരുന്നത്. ഇത് സംബന്ധിച്ചൊരു അവസാനമായിട്ടൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. അത് ഒരു ചികിത്സിക്കുന്ന ഡോക്ടർമാരാണ് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയേണ്ടത്. നേരിയ പുരോഗതി ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നേരിയ പുരോഗതി ഉണ്ടെന്ന് പറയാം. അത്തരം ഒരു പുരോഗതി ഉള്ളതായിട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല. നന്ദി സർ.